2 പനിനീർപ്പൂക്കൾ. അപ്പോൾ ഉറക്കത്തിൽ കണ്ട സ്വപ്നം സത്യമായിരുന്നോ? ആ ആത്മാവ് എന്റെ മുറിയിൽ വന്നിരുന്നോ? ഈ നശിച്ച മണ്ണിൽ എന്താണ് റബേക്കയുടെ സ്ഥാനം? പ്രേതത്തിലും ആത്മാവിലും വിശ്വസിക്കാതിരുന്ന തന്റെ കഴിഞ്ഞ കാലത്തിനുള്ള തിരിച്ചടിയാണ് ഈ പൂക്കൾ. ദേവൻ ആ പൂക്കളുമായി റബ്ബർ തോട്ടത്തിലൂടെ നടന്നു. കുയിൽനാദം കേട്ടിട്ടും തേൻകുരുവിയുടെ ചിലക്കൽ കേട്ടിട്ടും മനസ്സിലെന്തോ ഇരുളടഞ്ഞ ആശങ്ക മാത്രമാണ് നുരഞ്ഞു പൊങ്ങുന്നത്. തിരിച്ചു വീട്ടിലേക്ക് പോണോ? വേണ്ട, എന്തായാലും ഇറങ്ങിയില്ലേ. ഇനി റാഫേലപ്പാപ്പനെയും മേരിയെയും കണ്ടിട്ട് പോവാം. എന്നേക്കുമായുള്ള തിരിച്ചുപോക്കിനു മുൻപ് അവരോടൊരു യാത്ര പറച്ചിൽ അനിവാര്യമാണ്. അല്പം മനുഷ്യത്വം അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകണം. ഈ നശിച്ച മണ്ണിൽ നിന്നും എന്നേക്കുമായി പോവണം. പറങ്കിമാവൻ തോപ്പിലൂടെ ദേവൻ വേഗത്തിൽ നടന്നു. തോപ്പും കഴിഞ്ഞ് കുറ്റിക്കാടും കഴിഞ്ഞപ്പോൾ ആ ചെറിയ വീടിന്റെ ചിത്രം തെളിഞ്ഞു. വീടിന്റെ ചവിട്ടുപടിയിൽ റാഫേലും മേരിയും ഇരിപ്പുണ്ട്. വാതിൽ അടഞ്ഞുകിടപ്പാണ്. റാഫേൽ മുഖമുയർത്തി ദേവനെ നോക്കി. കുഞ്ഞിന്ന് നേരം വൈകിയല്ലോ. ഓ, വൈകിയോ? ദേവൻ കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് നോക്കി. അതെ, ഇന്നൽപ്പം വൈകിയിരിക്കുന്നു. ചേട്ടായിയുടെ കയ്യിലിന്ന് 2 റോസാപ്പൂവുണ്ടല്ലോ. ആ, ഇന്ന് 2 കിട്ടി. നീ എടുത്തോ. ദേവൻ 2 റോസാപ്പൂവും മേരിക്ക് കൊടുത്തു. ഞാനിന്ന് പോവും കേട്ടോ. എങ്ങോട്ട്? എന്റെ നാട്ടിലേക്ക്. ഇവിടെ എനിക്ക് പറ്റുന്നില്ല. മേരിയുടെ മുഖത്തെ സന്തോഷം പോയി. നല്ലത്. ഇത് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ മണ്ണല്ല. രക്ഷപ്പെടുന്നത് തന്നെയാണ് ബുദ്ധി. ഇവിടെ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വേഗം നാട്ടിലെത്താൻ നോക്ക്. മേരി മൗനിയായി. അവൾ ദേവനെ നോക്കി ഇമ വെട്ടാതെ നിൽക്കുകയാണ്. ദേവൻ കയ്യിലെ വാച്ചടിച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതെന്റെ അനിയത്തി കുഞ്ഞിന്. മേരി റാഫേലിന്റെ മുഖത്തേക്ക് നോക്കി. ഇതെന്തിനാ കുഞ്ഞെ? ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗമൊന്നുമില്ല. ഈ കാട്ടിൽ ഇത് കെട്ടി നടന്നിട്ട് ഞങ്ങളെ ആര് കാണാനാണ്? ആരും കാണാനല്ല, എന്റെ ഒരു സന്തോഷത്തിന്, എന്റെ ഓർമ്മയ്ക്ക്. കുഞ്ഞിനെ ഓർക്കാൻ ഞങ്ങൾക്ക് ഈ വാച്ചിന്റെ ആവശ്യമില്ല. പക്ഷേ കുഞ്ഞിന്റെ സന്തോഷത്തിന് ഞങ്ങളിത് വാങ്ങാം. മേരി ദേവന്റെ വാച്ച് വാങ്ങി. ഈ കാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയണോ ഇനിയും? എന്റെ കൂടെ നാട്ടിലേക്ക് പോരുന്നോ? ഈ കാട് ഞങ്ങൾക്ക് ശീലമായി. ഈ ഒറ്റപ്പെടലും. ഇവിടം വിട്ട് എങ്ങും പോകാൻ തരവില്ല. ശരി, ജീവിതത്തിൽ എന്നെങ്കിലും കാണാം. റാഫേൽ പുഞ്ചിരിച്ചു. മേരിയുടെ കണ്ണുകളിൽ ചെറിയൊരു നനവുണ്ടായിരുന്നു. തനിക്ക് ലഭിച്ച പനിനീർപ്പൂക്കളും വാച്ചും അവൾ നെഞ്ചോട് ചേർത്ത് നിന്നു. തിരിച്ചു ചെല്ലുന്നേരം ദേവനെ കാത്തു നിൽക്കുകയായിരുന്നു ത്രേസിയും മകൾ ആൻസിയും. ത്രേസി അവശയായിരുന്നു. അവരുടെ പനി മാറിയെങ്കിലും ആ മുഖത്ത് നല്ല പോലെ ക്ഷീണമുണ്ട്. ക്ഷീണമോ? ഇത് അടികിട്ടിയ പാടാണ്. എന്തു പറ്റി ചേച്ചി? ഒന്നുമില്ല. ഇന്ന് ബംഗ്ലാവ് അടിച്ചു വരേണ്ട ദിവസമല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്. ആരാ നിങ്ങളെ തല്ലിയത്? ത്രേസ്യ മറുപടി പറഞ്ഞില്ല. പക്ഷെ ആൻസി പറഞ്ഞു. ആ ജോൺകുട്ടി അമ്മച്ചിനെ കുറെ തല്ലി. തലമുടിയിൽ പിടിച്ച് നിലത്തൂടെ വലിച്ചു. സാറിനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയെന്നും പറഞ്ഞുകൊണ്ട്. ദേവന് വല്ലാത്ത വിഷമവും ദേഷ്യവും അനുഭവപ്പെട്ടു. ഇതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ അവനെ ഒന്ന് കാണുന്നുണ്ട്. വേണ്ട മോനെ, വഴക്കൊന്നും വേണ്ട. അവൻ എന്തിനും മടിക്കാത്തവനാണ്. ആൻസിയെ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് അവൻ ഓർഡർ ഉണ്ടത്രേ. പുരുഷൻ കൈവച്ച പെണ്ണിന് അവരുടെ മാർക്കറ്റിൽ വില കുറയോ അത്രേ. എന്റെ മുഖത്ത് നോക്കിയാണ് അവനത് പറഞ്ഞത്. ഞാൻ തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ വരാമോ? വരണമെന്നുണ്ട് മോനെ. പക്ഷേ മോൻ ആദ്യം രക്ഷപ്പെടാൻ നോക്ക്. എന്നിട്ട് കഴിയാണെ എന്റെ മോളെയെങ്കിലും രക്ഷിക്കണം. ഇപ്പൊ ഞങ്ങൾ കൂടെ വന്ന മോന് വലിയ ബുദ്ധിമുട്ടാവും. ദേവനൊരു കടലാസിൽ തന്റെ പേരും വിലാസവും ഫോൺ നമ്പറും എഴുതി അവർക്ക് നൽകി. ഞാൻ തിരിച്ചു വരും നിങ്ങളെ കൊണ്ടുപോവാൻ. എത്രയും വേഗം എല്ലാവരെയും ഞാൻ കൊണ്ടുപോകും. മോൻ എന്നാ പോണത്? ഇന്ന് തന്നെ. ഉച്ച കഴിഞ്ഞു പോകും. ശ്രദ്ധിക്കണം, ആരോടും ഇതിനെക്കുറിച്ച് പറയരുത്. ഇല്ല, ഞാൻ പറയില്ല. എന്റെ അഡ്രസ്സ് കളയാതെ നോക്കണം. കളയില്ല മോനെ. ത്രേസിയും ആൻസിയും ദേവനിൽ നിന്നും ബംഗ്ലാവിന്റെ താക്കോൽക്കൂട്ടം വാങ്ങി. മോൻ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പൊയ്ക്കോ. ദേവന്റെ മനസ്സിൽ താൻ കണ്ട സ്വപ്നത്തിന്റെ ഭയം നിഴലിച്ചിരുന്നു. അയ്യോ, ഇത്രയും വലിയ ബംഗ്ലാവില് ഞങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനാ മോനെ?
അവർ പറയുന്നതിലും കാര്യമുണ്ട്. അവരെ പറഞ്ഞുവിട്ട് താൻ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് ദേവന് തോന്നി. അല്ലെങ്കിലും റബേക്കയ്ക്ക് തന്നോട് വൈരാഗ്യം തോന്നേണ്ട കാര്യമില്ല. പിന്നെ പോയാലെന്താണ്? അവർ ബംഗ്ലാവ് വൃത്തിയാക്കുമ്പോൾ ദേവൻ പൂമുഖത്ത് തന്നെ നിന്നു. ദേവന് റബേക്കയുടെ ഡയറി വായിക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ ആഗ്രഹവും ഭയവും തമ്മിലാണ് മത്സരം. ഭയത്തിന്റെ അടിയേറ്റ് ഓരോ തവണയും ആഗ്രഹം നിലത്തു വീണു. ഒടുവിൽ ആഗ്രഹം എഴുന്നേറ്റ് നിന്ന് തല ഉയർത്തി. ആഗ്രഹത്തെ തടയാനുള്ള ഭയത്തിന്റെ കരുത്ത് അതിനോടകം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദേവൻ ഒരിക്കൽ കൂടി ആ മരപ്പലകപ്പടികൾ കയറുകയാണ്. മുകളിലെ ലൈബ്രറി റൂം പഴയ പോലെ തന്നെ പൂട്ടിക്കിടക്കുന്നു. അപ്പോഴാണ് തന്റെ കയ്യിൽ ആ മുറിയുടെ ചാവിയില്ലെന്ന് ദേവൻ ഓർത്തത്. ദേവൻ ത്രേസ്യയുടെ കയ്യിൽ നിന്നും ചാവി വാങ്ങാൻ താഴേക്കിറങ്ങി. പടിയിറങ്ങുമ്പോൾ ഇടയ്ക്കിടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ദേവന്റെ മനസ്സിൽ ഭയത്തിന്റെ ഉറവ പൊട്ടിയൊലിക്കുകയാണ്. എങ്കിലും തന്റെ മനസ്സിനെ ആരോ ആ മുറിയിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ്. ത്രേസ്യയിൽ നിന്നും ചാവി വാങ്ങി ആ റൂം ദേവൻ തുറന്നു. പക്ഷേ താൻ തിരയുന്ന ഡയറി അവിടെ കാണാനില്ലായിരുന്നു. പിറകിൽ വലിയൊരു ഇരുട്ട് വ്യാപിക്കുന്നത് പോലെ ദേവന് തോന്നി. വലിയൊരു കരിനിഴൽ പോലെ ആ മുറിയിലും ഇരുട്ട് നിറയാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കാനുള്ള മനഃശക്തിയില്ലാതെ ദേവൻ പതറിപ്പോയി. ഒടുവിൽ പതിയെ തിരിഞ്ഞു നോക്കി. ആരുമില്ല. കാർമേഘം സൂര്യനെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. പഴയ ജനലരികളിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യകിരണങ്ങളെ മേഘങ്ങൾ അഹങ്കാരത്തോടെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ദേവന്റെ കാൽ എന്തിലോ തട്ടി. ഇതാ താൻ അന്വേഷിക്കുന്ന ഡയറി, റബേക്കയുടെ ഡയറി. അത് കയ്യിലെടുത്ത് ബാക്കി ഭാഗം വായിക്കാൻ തുടങ്ങി. റബേക്കയുടെ മനോഹരമായ കറുത്ത അക്ഷരങ്ങൾ. എത്ര മനോഹരമാണത്! അപ്പയും അമ്മയും ഇന്നലെ വലിയ വഴക്കായിരുന്നു. വഴക്ക് മാറ്റാൻ നെൽസപ്പ വരേണ്ടി വന്നു. നെൽസപ്പ വന്നതോടെ രണ്ടുപേരും വഴക്ക് നിർത്തി. മമ്മയ്ക്ക് നെൽസപ്പയെ ഇഷ്ടമല്ലെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. എന്താ കാര്യമെന്ന് അറിഞ്ഞൂടാ. അപ്പയോട് ചോദിച്ചപ്പോ അപ്പയും ഒന്നും പറഞ്ഞില്ല. എനിക്ക് വഴക്ക് പേടിയാണ്. എന്തിനാ ആളുകൾ വഴക്കിടണത്? സന്തോഷത്തോടെ ജീവിച്ചൂടെ? ദേവൻ ഡയറിയുടെ താള് മറിച്ചു. അതാ ഡയറിയിൽ മനോഹരമായ ഒരു ചുവന്ന റോസാപ്പൂവിന്റെ ചിത്രം. ഇത് ഞാൻ വരച്ചതാണ്. എനിക്ക് ചുവന്ന റോസാപ്പൂവ് വലിയ ഇഷ്ടമാണ്. നെൽസപ്പയുടെ കോട്ടിന്റെ പോക്കറ്റിൽ എന്നും റോസാപ്പൂ കാണും. ഇന്ന് നെൽസപ്പ കുറെ കൂടി ചായക്കൂട്ടുകൾ വാങ്ങി തന്നു. അതുകൊണ്ട് ആദ്യം വരച്ച ചിത്രമാണിത്. ദേവൻ ആ റോസാപ്പൂവിലേക്ക് നോക്കി. എത്ര മനോഹരമായ ചിത്രം! മോനെ! അടിച്ചുവാരൽ കഴിഞ്ഞ് താഴെ നിന്നും ത്രേസ്യ ദേവനെ വിളിച്ചു. ഇനിയൊരിക്കലും ഈ ബംഗ്ലാവിലേക്ക് താൻ വരില്ല എന്നുള്ള കാര്യം ദേവൻ ഓർത്തു. ദേവൻ താഴെ ഇറങ്ങി. അപ്പോഴാണ് തന്റെ കയ്യിലെ ഡയറി ലൈബ്രറിയിൽ തിരികെ വെക്കാതിരുന്ന കാര്യം ദേവൻ ഓർത്തത്. ദേവനായ ഡയറിയുമായി വീണ്ടും പടി കയറാനായി കാലെടുത്ത് മരപ്പടിയിൽ വെച്ചതോടെ ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. മുകളിൽ പൂട്ടാൻ മറന്ന ലൈബ്രറിയുടെ വാതിലുകൾ തമ്മിലടയുന്ന ശബ്ദം കേട്ട് ദേവൻ നടുങ്ങി. ശക്തമായ കാറ്റിൽ മുഷിഞ്ഞു പഴകിയ സാരി വാരി പിടിച്ചുകൊണ്ട് ത്രേസ്യ മുറ്റത്തേക്കിറങ്ങി. കൂടെ ദേവന് മാൻസിയും. കാറ്റും മഴയും അല്പം ശാന്തമായി. ദേവന്റെ കയ്യിലെ ഡയറി കണ്ട് ത്രേസ്യ കാര്യം ചോദിച്ചു. ഇതെന്താ മോനെ? ഇതൊരു ഡയറിയാണ്. മോനിതെന്തിനാ? ഞാൻ അറിയാതെ എടുത്തതാ. അതവിടെ തന്നെ വെച്ചേക്ക് മോനെ. എങ്കിൽ അങ്ങനെയാവട്ടെ. തിരികെ കൊണ്ടുപോയി വെക്കാൻ തനിക്ക് ഭയമാണെന്ന് പറയാൻ ദേവന് തോന്നിയില്ല. ദേവൻ പിറകിലേക്ക് തിരിഞ്ഞതും വീണ്ടും കാറ്റും മഴയും ശക്തമായി. വേണ്ട മോനെ, പോണ്ട. എനിക്ക് പേടിയാവുന്നു. ദേവന് എവിടെയെങ്കിലും ആ ഡയറി ഉപേക്ഷിക്കാൻ തോന്നി. എന്നാൽ ആ ഡയറി എവിടെയെങ്കിലും വലിച്ചെറിയാൻ ഭയമായിരുന്നു അയാൾക്ക്. ദേവൻ ആ ഡയറിയുമായി വീട്ടിലേക്ക് കയറി. സ്റ്റോർ റൂമിനടുത്തുള്ള ഒരു പെട്ടിയിൽ ആ ഡയറി വെച്ച് പൂട്ടി. ഞങ്ങൾ പോവാണ്. ഞാൻ വേഗം തിരിച്ചു വരും. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. അവർ പോയി കഴിഞ്ഞപ്പോൾ ദേവൻ പ്രഭാത ഭക്ഷണം കഴിച്ചു. അപ്പോൾ ദൂരെ എസ്റ്റേറ്റ് ഗേറ്റും കടന്ന് ഒരു സ്ത്രീയത ബംഗ്ലാവിലേക്ക് നടന്നു വരുന്നു. കൂടെ ആരുമില്ല. സുപരിചിതമായ വഴിയെന്ന പോലെയാണ് അവർ നടക്കുന്നത്. അരക്കെട്ടിൽ ചേർത്ത് പിടിച്ച ഒരു ഈറ്റക്കുട്ടയുണ്ട്. വേഷം സാരിയാണ്.